സഞ്ജീവനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് ദേശീയ സേവാഭാരതി കേരളം നൽകിയ വാഹനത്തിന്റെ സമർപ്പണം നടത്തി. പുതിയ ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനത്തിന് ചടങ്ങിൽ തുടക്കം കുറിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് ശാന്തിമഠം ആയുർവേദയുടെ സഹകരണത്തോടെ കേരള സേവാശക്തി ഫൗണ്ടേഷനാണ് വാഹനം സമർപ്പിച്ചത്. കുമാരി വൈഗ ദിനേശ്, കുമാരി നിവേദി എന്നിവർ പ്രാർത്ഥനാഗീതം ആലപിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് വാഹന സമർപ്പണം ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ ഒത്തിരി അവാർഡുകൾ മേടിച്ച് ചേർപ്പ് പഞ്ചായത്തിൽപ്പെട്ട ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുള്ള അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സഞ്ജീവനി സമിതിയുടെ മറ്റൊരു മുഖം കാരുണ്യത്തിന്റെ മുഖമാണ്. ഇവിടെ ഡയാലിസിസ് സെന്റർ നടത്തി വരുന്ന 3 മിഷനുണ്ട്. ഇനി ഇത് 3 മിഷനും കൂടി ഇവിടെ വന്ന് 6 മിഷനിലായി മിഷൻ ഒരു 10 പേർക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാനുള്ള സാഹചര്യം, 10ൽ കൂടുതൽ പേർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി സഞ്ജീവനി സമിതിയെ എത്ര അഭിനന്ദിച്ചാലും പോരായ വരും. അതോടൊപ്പം തന്നെ പുതിയൊരു വേർഷൻ, അതായത് പാലിയേറ്റീവ് കെയർ വാഹനം, പാലിയേറ്റീവിന്റെ ഒരു പരിപാടി അത് ഇവിടെ ഇന്ന് സമർപ്പണം ചെയ്യുകയാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പാലിയേറ്റീവ് ഉണ്ടെങ്കിലും 10,75,000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പാലിയേറ്റീവ് സെന്ററിൽ നമ്മുടെ ഇതിലെ ഒരു നഴ്സിന്റെ സേവനം മാത്രമേ നമുക്ക് ഇവിടെയുള്ളൂ. കൂടുതൽ സേവനം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നതിൽ വളരെ സന്തോഷം. അതിന് നേതൃത്വം നൽകിയ സഞ്ജീവനി സമിതിയെ ഏറ്റവും കൂടുതലായിട്ട് അഭിനന്ദിക്കുന്നു. ദേശീയ സേവാഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി KV രാജീവ് ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. അത് 11 രൂപ സേവനം ചെയ്യുന്നുള്ള സമൂഹത്തിന്റെ ഒരു ഉറപ്പും ഒരു പ്രതീക്ഷയും, ആ പ്രതീക്ഷ ഇന്നുവരെ അത് വ്യതിചലിക്കാനോ അതേപോലെ തന്നെ അതിലൊരു തരിമ്പ് പോലും വെള്ളം ചേർക്കാനോ ഇന്ന് സേവാഭാരതിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഓരോ ഗ്രാമാന്തരങ്ങളിലും അതിന് നേതൃത്വം കൊടുക്കുന്ന കാര്യകർത്താക്കളുടെ ഇച്ഛാശക്തിയാണ് ഇന്ന് സേവാഭാരതിക്ക് ഇത്രയും സാമൂഹ്യപരമായ ഒരു അംഗീകാരവും ആദരവും നേടിക്കൊണ്ട് കേരളത്തിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നു. നമുക്ക് ഇന്ന് കഴിഞ്ഞ ആഗസ്റ്റിൽ ആരംഭിച്ച ഡയാലിസിസിന്റെ പ്രവർത്തനം ഇതുവരെ 500-ലധികം ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് നമ്മൾ നൽകി. വലിയൊരു പ്രവർത്തനമാണ് സഞ്ജീവനി സമിതിയുടെ ഭാഗത്തുണ്ടായത്. കേരള സോൾവെന്റ് എക്സ്ട്രാക്ഷൻസ് ലിമിറ്റഡ് ഇരിങ്ങാലക്കുടിയാണ് ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്തത്. പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് അച്യുതൻ അധ്യക്ഷനായി. ചേർപ്പ് CNN ബോയ്സ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ ഗിരീഷ് ഡയാലിസിസ് സഹായം നൽകി. കേരള സോൾവെന്റ് എക്സ്ട്രാക്ഷൻസ് ലിമിറ്റഡ് ഇരിങ്ങാലക്കുട ജനറൽ മാനേജർ അനിൽ, പാലിയേറ്റീവ് കെയർ സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ, സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ റിഷിൻ സുമൻ, പാലിയേറ്റീവ് കെയർ ട്രഷറർ KR ദേവദാസൻ എന്നിവർ സംസാരിച്ചു.